ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് സയൻസ് ക്വിസാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ള സപ്പോർട്ട് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം ഇതാണ്: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം. ഏതാണ്? ചർമ്മമാണ്. തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് സന്തുലിതാവസ്ഥയും ഏകോപനവും നിയന്ത്രിക്കുന്നത്? തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് സന്തുലിതാവസ്ഥയും ഏകോപനവും നിയന്ത്രിക്കുന്നത്? ഉത്തരമറിയാമോ? ഉത്തരം ഇതാണ്: സെറിബെല്ലം. തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് സന്തുലിതാവസ്ഥയും ഏകോപനവും നിയന്ത്രിക്കുന്നത്? സെറിബെല്ലമാണ്. അടുത്ത ചോദ്യം: ഏത് തരം ജീവികളാണ് ചർമ്മത്തിലൂടെ ശ്വസിക്കുന്നത്? ഏത് തരം ജീവികളാണ് ചർമ്മത്തിലൂടെ ശ്വസിക്കുന്നത്? ഉത്തരം ഇതാണ്: തവള. തവളയാണ് ചർമ്മത്തിലൂടെ ശ്വസിക്കുന്ന ജീവി. അടുത്ത ചോദ്യം നോക്കൂ. സസ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയ എന്താണ്? സസ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയ എന്താണ് അറിയപ്പെടുന്നത്? ഉത്തരം ഫോട്ടോസിന്തസിസ് ആണ്. സസ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ്. ജീവജാലങ്ങൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ വാതകം ഏതാണ്? ഉത്തരം പറയൂ. ജീവജാലങ്ങൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ വാതകം. ഉത്തരം ഓക്സിജൻ. ജീവജാലങ്ങൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ വാതകമാണ് ഓക്സിജൻ. അടുത്ത ചോദ്യം: വെള്ളത്തിൻ്റെ തിളനില എത്രയാണ്? വെള്ളത്തിൻ്റെ തിളനില എത്രയാണ്? ഉത്തരം ഇതാണ്: 100 ഡിഗ്രി സെൽഷ്യസ്. വെള്ളത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ചൊവ്വ. ചൊവ്വയാണ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം. ഭൂമിയിലേക്ക് വസ്തുക്കളെ വലിക്കുന്ന ശക്തിയെ എന്താണ് വിളിക്കുന്നത്? ഭൂമിയിലേക്ക് വസ്തുക്കളെ വലിക്കുന്ന ശക്തിയെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ഗുരുത്വാകർഷണം. ഭൂമിയിലേക്ക് വസ്തുക്കളെ വലിക്കുന്ന ശക്തിയാണ് ഗുരുത്വാകർഷണം എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ രക്തം പമ്പ് ചെയ്യുന്നതിന് ഉത്തരവാദിയായ പ്രധാന അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ രക്തം പമ്പ് ചെയ്യുന്നതിന് ഉത്തരവാദിയായ പ്രധാന അവയവം ഏതാണ്? ഉത്തരം ഹൃദയമാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. ഒരു ചെടിയുടെ ഏത് ഭാഗമാണ് മണ്ണിൽ നിന്ന് വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യുന്നത്? ഒരു ചെടിയുടെ ഏത് ഭാഗമാണ് മണ്ണിൽ നിന്ന് വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യുന്നത്? ഉത്തരം വേരുകളാണ്. വേരുകളാണ് മണ്ണിൽ നിന്നും വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യുന്നത്. കോശത്തിൻ്റെ ഏത് ഭാഗത്താണ് ജനിതക വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നത്? കോശത്തിൻ്റെ ഏത് ഭാഗത്താണ് ജനിതക വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നത്? ഉത്തരം നോക്കൂ. ന്യൂക്ലിയസ് ആണ്. കോശത്തിൻ്റെ ഏത് ഭാഗത്താണ് ജനിതക വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നത്? ന്യൂക്ലിയസ്. ജലത്തിൻ്റെ രാസസൂത്രവാക്യം എന്താണ്? ജലത്തിൻ്റെ രാസസൂത്രവാക്യം എന്താണ്? ഉത്തരം ഇതാണ്: H2O. ജലത്തിൻ്റെ രാസസൂത്രവാക്യമാണ് H2O. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ഏത് വാതകമാണ് സ്വീകരിക്കുന്നത്? പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ഏത് വാതകമാണ് സ്വീകരിക്കുന്നത്? ഉത്തരം ഇതാണ്: കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. താപനില അളക്കുന്ന ഉപകരണം ഏതാണ്? താപനില അളക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം തെർമോമീറ്റർ. താപനില അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. ഏത് യൂണിറ്റിലാണ് വൈദ്യുതോർജ്ജം അളക്കുന്നത്? ഏത് യൂണിറ്റിലാണ് വൈദ്യുതോർജ്ജം അളക്കുന്നത്? ഉത്തരം വാട്ട്. ഏത് യൂണിറ്റിലാണ് വൈദ്യുതോർജ്ജം അളക്കുന്നത്? വാട്ട്. ഏത് ഗ്രഹത്തിന് ചുറ്റും ആണ് വലയങ്ങളുള്ളത്? ഏത് ഗ്രഹത്തിന് ചുറ്റുമാണ് വലയങ്ങൾ ഉള്ളത്? ഉത്തരം ശനി. ഏത് ഗ്രഹത്തിന് ചുറ്റുമാണ് വലയങ്ങളുള്ളത്? ശനിക്ക് ചുറ്റുമാണ് വലയങ്ങളുള്ളത്. വിനാഗിരിയിൽ കാണപ്പെടുന്ന ആസിഡ് ഏത്? വിനാഗിരിയിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്?
ഉത്തരം അസറ്റിക് ആസിഡ്. വിനാഗിരിയിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡാണ്. ശുദ്ധജലത്തിൻ്റെ pH അളവ് എത്രയാണ്? ശുദ്ധജലത്തിൻ്റെ pH അളവ് എത്രയാണ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ശുദ്ധജലത്തിൻ്റെ pH എത്രയാണ്? ഉത്തരം 7 ആണ്. ശുദ്ധജലത്തിൻ്റെ pH 7. 3 വർഷം തുടർച്ചയായി ഉറങ്ങാൻ കഴിയുന്ന ജീവി ഏതാണ്? 3 വർഷം തുടർച്ചയായി ഉറങ്ങാൻ കഴിയുന്ന ജീവി ഏതാണ്? ഉത്തരം ഒച്ച്. മുറിയിലെ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു ലോഹം ഏതാണ്? മുറിയിലെ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു ലോഹം ഏതാണ്? ഉത്തരം മെർക്കുറി. ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള പ്രകൃതിദത്ത പദാർത്ഥം ഏതാണ്? ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള പ്രകൃതിദത്ത പദാർത്ഥം ഏതാണ്? ഉത്തരം വജ്രമാണ്. ഏറ്റവും കാഠിന്യമുള്ള പ്രകൃതിദത്തമായ പദാർത്ഥമാണ് വജ്രം. മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗമാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗമാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തരം പാൻക്രിയാസ്. മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗമാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ബേക്കിംഗ് സോഡയുമായി വിനാഗിരി പ്രതിപ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ബേക്കിംഗ് സോഡയുമായി വിനാഗിരി പ്രതിപ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഉത്തരം ഇതാണ്, കാർബൺ ഡൈ ഓക്സൈഡ്. ബേക്കിംഗ് സോഡയുമായി വിനാഗിരി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആറ്റോമിക നമ്പർ 1 മൂലകം ഏതാണ്? ആറ്റോമിക നമ്പർ 1 മൂലകം ഏതാണ്? ഉത്തരം ഇതാണ്, ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പറാണ് 1. ഭൗതികശാസ്ത്രത്തിൽ ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഭൗതികശാസ്ത്രത്തിൽ ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഉത്തരം ന്യൂട്ടൺ ആണ്. ഭൗതികശാസ്ത്രത്തിൽ ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ബലൂണുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ബലൂണുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഉത്തരം ഇതാണ്, ഹീലിയം. ബലൂണുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വാതകമാണ് ഹീലിയം. അടുത്ത ചോദ്യം നോക്കൂ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട്? പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികൾ ഉണ്ട്? ഉത്തരം 206. പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളാണ് ഉള്ളത്. ചലിക്കുന്ന ഒരു വസ്തുവിന് എന്ത് തരം ഊർജ്ജമാണ് ഉള്ളത്? ചലിക്കുന്ന ഒരു വസ്തുവിന് എന്ത് തരം ഊർജ്ജമാണ് ഉള്ളത്? ഉത്തരം ഗതികോർജ്ജം. ചലിക്കുന്ന ഒരു വസ്തുവിന് എന്ത് തരം ഊർജ്ജമാണുള്ളത്? ഗതികോർജ്ജമാണ് ഉള്ളത്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ ഡി ആണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഉത്തരം ബാരോമീറ്റർ ആണ്. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ്. കോശത്തിൻ്റെ ഏത് ഭാഗമാണ് പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്? കോശത്തിൻ്റെ ഏത് ഭാഗമാണ് പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്? ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം അറിയാവുന്ന കുട്ടികൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ഇനി ആവശ്യം എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനുവേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.